പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ശൂന്യവേളയിലാണ് പരിഗണിക്കുന്നത്. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നിർത്തിവെച്ചതും വൈദ്യുതി മന്ത്രി എം മണിയുടെ സ്ത്രീകൾക്കെതിരായ വിവാദ പരാമർശവുമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ഉള്ളടക്കം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചോദ്യോത്തരവേള തുടങ്ങിയത് പ്രതിപക്ഷ ബഹളത്തോടെയാണ്. എം മണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചു. ഏതാണ്ട് 5 മിനിറ്റോളം ഈ മുദ്രാവാക്യം വിളിയും സഭയിൽ തുടർന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തുകൊണ്ട് എം മണിയുടെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ സ്പീക്കർ ഇത് അംഗീകരിച്ചില്ല. ചോദ്യോത്തരവേള ഏത് അസാധാരണ സാഹചര്യമായാലും സസ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് പോകാനാകില്ല എന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. സ്പീക്കർ ഇത്തരമൊരു സമീപനം സ്വീകരിച്ച് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ ബഹളവും ശമിച്ചു. ചോദ്യോത്തരവേള നടക്കുകയാണ്. ചോദ്യോത്തരവേളയോട് പ്രതിപക്ഷം സഹകരിക്കുന്നുമുണ്ട്. ശൂന്യവേളയിൽ പക്ഷേ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നിർത്തിവെപ്പിച്ചു. ഒപ്പം തന്നെ എം മണി മൂന്നാറും ഇടുക്കിയിൽ സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നത്. അത് പരിഗണിക്കുന്ന സമയത്ത് പ്രതിപക്ഷം സഭ കുറച്ചുകൂടി രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് കൊണ്ടുപോകാനാകും ശ്രമിക്കുക. ഇന്നത്തെ സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു ഉറപ്പ് പറയാനാകാത്ത സ്ഥിതിയാണ് സഭയിൽ. സിജി, സഭയ്ക്കകത്ത് മാത്രം ഈ പ്രതിഷേധം ഒതുങ്ങുന്നത് പുറത്തേക്ക് ഏത് രീതിയിൽ പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കാനാണ് UDFന്റെ തീരുമാനം? അത് സംബന്ധിച്ച ചർച്ചകൾ എങ്ങനെയാണ്? രാവിലെ UDF പാർലമെന്ററി പാർട്ടി ചേർന്ന് സഭയ്ക്കുള്ളിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകുന്നേരം വീണ്ടും UDF ഉന്നതാധികാര സമിതി യോഗം ചേരുന്നുണ്ട്. ഈ UDF യോഗത്തിലായിരിക്കും സഭയ്ക്ക് പുറത്ത് എന്തൊക്കെ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. UDFന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് രാവിലെ 11 മണിക്കുണ്ട്. എം മണി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ കരികുടി കാണിക്കുകയും ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെയും മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള വ്യാപകമായ പ്രക്ഷോഭ പരിപാടികളും എം മണിയുടെ രാജി ആവശ്യപ്പെട്ട് തുടങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. UDFന്റെ നേതൃത്വത്തിലുള്ള പരിപാടികളും പ്രക്ഷോഭ പരിപാടികളും എന്തായിരിക്കണമെന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ചേരുന്ന UDF യോഗം തീരുമാനമെടുക്കും. സഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. സഭയുടെ തുടക്കം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തോടെയായിരുന്നു. എം മണി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഒപ്പം തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ചോദ്യോത്തരവേള നിർത്തിവെച്ച് അതാകില്ലെന്നും ശൂന്യവേളയിൽ അടിയന്തര പ്രമേയം അനുവദിക്കാമെന്നുമാണ് സ്പീക്കർ ഉത്തരം നൽകിയത്. ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നത്.